സാറേ, എന്റെ ചോദ്യം ബുദ്ധന്മാരുടെ വായനയെ കുറിച്ചുള്ളതാണ്. വായനയുടെ കാര്യം എടുക്കുമ്പോൾ ബോധപ്രാപ്തി നേടിയ പലരും വിശാലമായ വായനാശീലം ഉള്ളവരാണെന്ന് കാണാൻ സാധിക്കും. പ്രത്യേകിച്ച് ഓഷോയുടെ പുസ്തക പ്രേമത്തെ നമുക്ക് വളരെ പ്രസിദ്ധമാണ്. അദ്ദേഹം ഏകദേശം 14-16 മണിക്കൂർ വായനയ്ക്ക് മാത്രമായിട്ട് ചെലവഴിച്ചതായിട്ട് പറയപ്പെടുന്നു. പിന്നെ രമണ മഹർഷിയുടെ കാര്യവും ഏകദേശം ഇങ്ങനെ തന്നെയാണ്. ജ്ഞാനത്തിന്റെ പൂർണിമയിൽ എത്തിയ ബുദ്ധന്മാർ എന്തിനാണ് ഇത്തരമൊരു വായന അവലംബിക്കുന്നത് എന്നാണ് ചോദ്യം. പ്രത്യേകിച്ച് പ്രാപഞ്ചികമായ ഒരു വിജ്ഞാനമയ കോശത്തിൽ നിന്ന് അല്ലെങ്കിൽ നെറ്റ്വർക്കിൽ നിന്ന് വിവരങ്ങൾ ശേഖരിക്കാനും വാസ്തവം എന്താണെന്ന് പരിശോധിക്കാനുമുള്ള ഒരു സാധ്യത അവരുടെ മുന്നിലുള്ളപ്പോൾ ബുദ്ധന്മാരെല്ലാവരും വായനക്കാരല്ല. ഓഷോയെ സംബന്ധിച്ചോളം അദ്ദേഹത്തെ പോലെ ഒരു വൊറേഷ്യസ് റീഡർ ഉണ്ടായിരുന്നു എന്ന് എനിക്കറിയില്ല. കാരണം അദ്ദേഹം അവകാശപ്പെടുന്നത് അദ്ദേഹം സ്കൂളിൽ നിന്ന് പാസ്സാകുമ്പോഴത്തേക്കും തന്നെ 10,000 പുസ്തകങ്ങൾ വായിച്ചു കഴിഞ്ഞിരുന്നതാണ്. അപ്പോഴേക്കും തന്നെ ഡോസ്റ്റോവ്സ്കി, ടോൾസ്റ്റോയ് മുതലായ വിഖ്യാതരായ സാഹിത്യകാരന്മാരുടെ ഗ്രന്ഥങ്ങളും ഒക്കെ മിക്കവാറും വായിച്ചു കഴിഞ്ഞു എന്നാണ്. അപ്പോൾ അദ്ദേഹം അത് കഴിഞ്ഞിട്ട് വളരെ വലിയൊരു ലൈബ്രറി സെറ്റ് ചെയ്തിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ ആശ്രമത്തിൽ. വൈജു പറഞ്ഞ പോലെ ഒരു ദിവസം 10 ബുക്കുകളിൽ കുറയാതെ വായിച്ചു തള്ളുമായിരുന്നതാണ് ഒരിടത്ത് പറഞ്ഞിരിക്കുന്നത്. ഇതേ 10 100 പറയുന്നുണ്ട് ചിലയിടത്ത്. ചില വിശ്വാസികൾ അതിനേക്കാളും കൂടുതലായിട്ട് ഒരാഴ്ച 200 എന്ന് പറയുന്നുണ്ട്. എന്തായാലും അദ്ദേഹം നല്ലൊരു സ്പീഡിലുള്ള വായനക്കാരനായിരുന്നു. അദ്ദേഹം പെട്ടെന്ന് പുസ്തകം വായിച്ച് തീർക്കുമെന്നും പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പോൾ കുട്ടിക്കാലത്ത് മുതലേ തന്നെ അദ്ദേഹത്തിന് വായന ഒരു ശീലമായിട്ടുണ്ടായിരുന്നു എന്ന് അദ്ദേഹത്തിൻ്റെ ആത്മകഥയിൽ പറയുന്നുണ്ടെന്ന് എവിടെയോ വായിച്ചിട്ടുണ്ട് ഞാൻ. അദ്ദേഹത്തിൻ്റെ പുസ്തക വായന എന്ന് പറയുന്നത് വിവേകാനന്ദ സ്വാമിയുടെ പുസ്തക വായന പോലെ ആയിരുന്നു എന്നും പറഞ്ഞു. വിവേകാനന്ദ സ്വാമി പുസ്തകം മറിച്ച് നോക്കുകയാണെങ്കിൽ അത് പെട്ടെന്ന് ഹൃദയസ്ഥമാക്കുന്ന ഒരു സിദ്ധി ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അത്രയും പുസ്തകങ്ങൾ വിവേകാനന്ദ സ്വാമി വായിച്ചു. ഓഷോ വായിച്ചതിൽ അത്രയും വായിച്ചിട്ടുണ്ടെന്ന് എനിക്ക് സംശയമാണ്. കാരണം അത്രയും ബുക്സ് അവൈലബിൾ അല്ല എന്ന്. ബുക്സൊക്കെ പറയുക വലിയ പാടാണ്. ഇപ്പം അങ്ങനെയല്ല, ബുക്സൊക്കെ വളരെ പെട്ടെന്ന് ഈസിലി അവൈലബിൾ ആണ്, വാങ്ങിക്കാൻ കിട്ടും, അങ്ങനെയൊക്കെയുള്ള സൗകര്യമുണ്ട്. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹം വലിയൊരു ലൈബ്രറി ഉണ്ടാക്കിയിരുന്നു. അദ്ദേഹം ലൈബ്രറിയെ കുറിച്ച് സംസാരിക്കുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥ വായനയിലുള്ള താല്പര്യത്തെക്കുറിച്ച് ആനന്ദ് നീതൻ എന്ന് പറഞ്ഞൊരു സ്ത്രീ ഗവേഷണം നടത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ ആയിട്ട് പുസ്തകവുമായിട്ട് ബന്ധപ്പെട്ട അദ്ദേഹത്തുമായിട്ട് അടുത്ത ആൾക്കാരുമായിട്ട് ഉള്ള ഇൻ്റർവ്യൂകൾ, അതുപോലെ മറ്റ് വിദേശ രാജ്യങ്ങളിലുള്ള ആൾക്കാരുമായിട്ടുള്ള ബന്ധപ്പെടലുകൾ, ഇങ്ങനെ പല കാര്യങ്ങളിൽ കൂടെ അവർ ഗവേഷണം നടത്തിയതിൽ നിന്ന് അവർ പറയുന്നതെന്ന് വെച്ചാൽ ഈ പുസ്തക സഞ്ചയം എന്ന് പറയുന്നത് ലാവോട്സ് ലൈബ്രറി എന്നാണ് അദ്ദേഹം, ലാവോട്സ് കളക്ഷൻ എന്നാണ് അദ്ദേഹം വിളിച്ചിരുന്നത്. അപ്പോൾ ഈ ലാവോട്സിൻ്റെ പുസ്തകങ്ങൾ വാങ്ങിക്കുന്ന ശീലം സ്കൂൾ ഫൈനൽ മെട്രിക്കുലേഷൻ പാസ്സായപ്പോൾ തന്നെ തുടങ്ങി എന്നാണ് പറയുന്നത്. ഏതാണ്ട് ലാവോട്സുവിൻ്റെ പല ദർശനങ്ങളും അദ്ദേഹത്തിൻ്റെ ദർശനങ്ങളിൽ കടന്നു വരുന്നുണ്ട് എന്നതും ശ്രദ്ധേയമാണ്. പക്ഷേ എൻ്റെ ഓർമ്മയിൽ 90-കളിലെപ്പോഴോ അദ്ദേഹത്തിന് വെള്ളെഴുത്ത് ബാധിക്കുകയും കണ്ണാടി വയ്ക്കണം എന്നാവശ്യപ്പെടുകയും ചെയ്തപ്പോൾ അദ്ദേഹത്തിന് കണ്ണാടി വയ്ക്കുന്നത് ഒരു വലിയ തടസ്സമായിട്ടാണ് അദ്ദേഹം കണ്ടത്. കണ്ണാടി അദ്ദേഹം കാണുന്ന കാഴ്ചയ്ക്കും ഇടയ്ക്ക് ഇടപെടുന്നു, അതുകൊണ്ട് ഞാൻ കണ്ണാടി വയ്ക്കില്ല എന്ന് തീരുമാനിച്ചു. അതോടെ പുസ്തകങ്ങൾ ഉപേക്ഷിക്കപ്പെട്ടു എന്നാണ് പറയുന്നത്. പിന്നെ പുസ്തകം തൊട്ടിട്ടേ ഇല്ല. അതാണ് അതിൻ്റെ ഏറ്റവും രസകരമായ സംഗതി. ഒരു വൊറേഷ്യസ് റീഡറായിട്ട് ജീവിതത്തിലെ മുക്കാൽ സമയവും വായനയ്ക്ക് വേണ്ടി മാറ്റിവെച്ചിരുന്ന ഒരു വ്യക്തി വളരെ പെട്ടെന്ന് വായന 1 സെക്കൻഡ് കൊണ്ട് ഡ്രോപ്പ് ചെയ്തു എന്നുള്ളതാണ്. അതോടുകൂടി അത് സ്ഥിരമായിട്ട് ഉപയോഗിക്കാൻ പറ്റാത്ത രീതിയിലായി. അതിനുശേഷം അദ്ദേഹം പുതുതായി വരുന്ന പുസ്തകങ്ങൾ വന്നുകൊണ്ട് തന്നെയായിരുന്നു. പുതുതായി വരുന്ന പുസ്തകങ്ങളുടെ ഒരു നക്ഷല് ഉണ്ടാക്കിയിട്ട്, ഒരു ലിസ്റ്റ് ഉണ്ടാക്കിയിട്ട് അവിടെയുള്ള ലൈബ്രറിമാർ അത് ഉണ്ടാക്കി സെക്രട്ടറിയെ ഏൽപ്പിച്ച് അതിലുള്ള ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ അദ്ദേഹത്തെ മനസ്സിലാക്കിക്കാൻ വേണ്ടി കൊടുക്കുമായിരുന്നു അത്രേ. അപ്പം അതിലാവശ്യമുണ്ടെങ്കിൽ അദ്ദേഹം വായിപ്പിക്കുകയോ അങ്ങനെ എന്തെങ്കിലും ചെയ്യുമായിരിക്കും, എനിക്കറിയില്ല.
എന്തായാലും വായനയുടെ ലോകം അദ്ദേഹം ശരീരത്യാഗത്തിന് വളരെ മുമ്പ് തന്നെ വിട്ടുകഴിഞ്ഞു. ബുദ്ധമത പിന്നെ പാരമ്പര്യങ്ങൾ ഇതുണ്ട്. 7ാമത്തെ ദലൈലാമയാണെന്നാണ് തോന്നുന്നത്. നോർബുലിംഗ എന്ന് പറഞ്ഞിട്ട് ടിബറ്റിലെ ഇപ്പോഴത്തെ ബൊട്ടാല പാലസിനകത്ത് നോർബുലിംഗ എന്ന് പറഞ്ഞൊരു ഭാഗമുണ്ട്. അത് 7ാമത്തെ ദലൈലാമയുടെ വായനമുറിയും ധ്യാനമുറിയും കൂടെ ചേർന്നൊരു സംഗതിയായിരുന്നു, ചേർന്നൊരു സമുച്ചയമാണ്. അപ്പം അദ്ദേഹം വായനയും ധ്യാനവും അങ്ങനെ കഴിഞ്ഞിരുന്നു എന്നാണ് പറയുന്നത്. പക്ഷെ പിന്നിൽ വന്ന ദലൈലാമമാരെല്ലാം അത് ലൈബ്രറി ആയിട്ട് സൂക്ഷിച്ചു. അവർക്ക് ഈ ഇത്രയും ധ്യാനം ഉണ്ടായിരുന്നോ എന്ന് എനിക്കറിഞ്ഞൂടാ. അത് പിന്നീട് പിന്നെ സാംസ്കാരിക വിപ്ലവം ചൈനയിൽ നടക്കുമ്പം അത് നാമാവശേഷമായി. പക്ഷെ അടുത്ത കാലത്ത് തന്നെ അധികം താമസിയാതെ തന്നെ ചൈനീസ് ഗവൺമെൻറ് അത് പുതുക്കിപ്പണിയുകയും ചെയ്തു. ഇപ്പോൾ അതൊരു ഗാർഡനായിട്ട് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. അതിൽ ആ കെട്ടിടവും ലൈബ്രറിയൊക്കെ അതുപോലെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. ദൈവലാമരുടെ ലൈബ്രറി ആയിട്ടാണ് അതിപ്പോൾ അറിയപ്പെടുന്നത്, അത്രയേ ഉള്ളൂ. പക്ഷെ നോർബുലിംഗയുടെ പർപ്പസ് വായനയും ധ്യാനവും ആയിരുന്നു. സെൻ മതത്തിൽ സെൻറ്റോ എന്ന് വിളിക്കും. ഭക്ഷണവും ധ്യാനവും ഒരുമിച്ച് നടക്കുന്ന സ്ഥലത്തിനെ സെൻറ്റോ എന്ന് വിളിക്കും. ഭക്ഷണശാലയായിട്ട് പ്രവർത്തിക്കും. അതേപോലെ ധ്യാനത്തിനും അത് ഉപയോഗിക്കും. ആണ് സെൻറ്റോ. കാരണം ഒരു ചെറിയ സൗകര്യം ഉണ്ടെങ്കിൽ കഴിഞ്ഞാൽ അത് തന്നെ പ്രത്യേകിച്ച് രണ്ട് പർപ്പസിന് വേണ്ടി ഉപയോഗിക്കാം എന്നുള്ളതാണ്. അല്ലാതെ പ്രത്യേകിച്ച് ഒരു ഭക്ഷണശാല ഉണ്ടാക്കേണ്ട കാര്യമില്ല. അവിടെ തന്നെ ഇരുന്ന് കഴിക്കാം. അത് കഴിയുമ്പോൾ ധ്യാനത്തിനും അതേ സ്ഥലം സെൻറ്റോ എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ 7ാമത്തെ ദലൈലാമയുടെ കാര്യത്തിൽ വായനയും ധ്യാനവും കൂടി സമ്മേളിപ്പിച്ചിരുന്നു. ഈ വായനയും ധ്യാനവും എന്ന് പറയുന്നത് 2 ഭാഗങ്ങളാണ്, 2 വിഭജനങ്ങളാണ്. ധ്യാനമെന്ന് പറയുന്നത് സൈലൻസിൻ്റേതായ ഒരു അവസ്ഥയാണ്. അത് പ്രപഞ്ചം ഉണ്ടാകുന്നതിന് മുമ്പുള്ള പരമമായിരിക്കുന്ന ബോധത്തിൻ്റെ ശൂന്യതയെ സൂചിപ്പിക്കുന്നു. അവിടെ വൈവിധ്യമൊന്നും തന്നെയില്ല. എന്നാൽ എല്ലാ വൈവിധ്യവും അതിനകത്തുണ്ടെന്ന് തന്നെ. ഒരു വെള്ള ഡിസ്കിനകത്ത് എന്തെല്ലാം കളറുകളുണ്ടോ അതേപോലെ ആ ധ്യാനത്തിനകത്ത് എല്ലാ ചിന്തകളും ധാരകളും അതിനകത്ത് അടങ്ങിയിട്ടുണ്ട്. പക്ഷേ വൈവിധ്യമാർന്നിരിക്കുന്ന ഒരു രൂപത്തിലല്ല ആ ധ്യാനം നടക്കുന്നത്. എന്നാൽ അതിൽ നിന്ന് ഉദ്ഭുതമാകുന്ന ഘട്ടം. അപ്പോൾ ആ ബോധത്തിൻ്റെതായ ശൂന്യതയിൽ വൈവിധ്യമൊന്നും തന്നെ ഇല്ല. എല്ലാം ഒന്നാണ്. എല്ലാം അതിനകത്ത് അടങ്ങിയിരിക്കുന്നു. അതിന് പുറത്തുള്ള ഈ ഗ്രന്ഥാലയത്തിൽ വൈവിധ്യമാണ് ഉള്ളത്. ശബ്ദരഹിതമായ നിശബ്ദതയുടേതായ ബോധാവസ്ഥയിൽ വൈവിധ്യമൊന്നുമില്ലാതെ ഏകതയിൽ നിൽക്കുന്നതാണ് ധ്യാനം. ഈ ധ്യാനത്തിൻ്റെ നേരെ വൈവിധ്യത്തോടു കൂടിയതാണ് വായന. കാരണം അവിടെ വിവിധങ്ങളായിരിക്കുന്ന ചിന്തകളുടെ ഇൻ്ററാക്ഷനാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. വിജ്ഞാനം വിവിധമായി തിരിയുന്നു. ഒരു വെള്ള നിറത്തിനകത്ത്, ഒരു ഡിസ്കിനകത്ത് എത്രമാത്രം കളറുകളുണ്ടോ അത്രയും നിറങ്ങൾ പോലെ, വർണ്ണരാജിയുള്ളതുപോലെ വൈവിധ്യമാർന്ന ജ്ഞാനത്തിൻ്റെ ശാഖകളായിട്ടാണ് വായന തിരിയുന്നത്. അപ്പം ഇത് രണ്ടും വളരെ മനോഹരമായിട്ട് ഈ നോർബുലിംഗയെ സെറ്റ് ചെയ്തിരുന്നു 7ാമത്തെ ദലൈലാമയെന്ന് മനസ്സിലാക്കണം. അപ്പം ഈ 2 കാര്യങ്ങൾക്കിടയിലുള്ള സഞ്ചാരം എന്ന് പറയുന്നത് ഒരു ബുദ്ധൻ്റെ ദൈനംദിന ജീവിതത്തിലെ ഓരോ നിമിഷത്തിലും ഇതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ആ ഏകമേവം അദ്വിതീയമായിരിക്കുന്ന ബോധത്തിൽ നിൽക്കുക, വൈവിധ്യമാർന്ന പ്രാപഞ്ചികമായിരിക്കുന്ന വർണ്ണരാജികളുടേതായ അവസ്ഥയിലേക്ക് വരിക. ഇതാണ് ഒരു ഒരു ബോധപ്രാപ്തന്റെ ജീവിതത്തിൻ്റെ സത്ത. അപ്പോൾ അദ്ദേഹത്തിന് വായന നിഷിദ്ധമായൊരു കാര്യമാണ് എന്ന് അർത്ഥമാക്കേണ്ട.
വൈകി ചോദിച്ച ചോദ്യം എന്ന് പറയുന്നത് വായന ആവശ്യമുണ്ടോ എന്നുള്ളതാണ്. ഇതാണ് പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. ബുദ്ധന്മാർ പലപ്പോഴും അവരുടെ ജ്ഞാന സമ്പാദനത്തിലൂടെയല്ല ബോധപ്രാപ്തി നേടുന്നത്. ജ്ഞാന സമ്പാദനത്തിലൂടെ ബോധപ്രാപ്തി നേടിയതിൽ വളരെ ചുരുക്കമാണ്, വളരെ ചുരുക്കമാണ്. വിരലിൽ എണ്ണാവുന്നവർ പോലും ഇല്ല. കാരണം എന്തുകൊണ്ട്? ജ്ഞാന സമ്പാദനം കൊണ്ട് എത്തിച്ചേരേണ്ട ചില കാര്യങ്ങളെ കുറിച്ചുള്ള മുൻവിധികൾ ഉണ്ടാകുന്നു. ഈ മുൻവിധികളാണ് ബോധോദയത്തിന്റെ ഒന്നാമത്തെ ശത്രു. അതുകൊണ്ട് അറിയാൻ ശ്രമിക്കുകയും അറിഞ്ഞുകൊണ്ടിരിക്കുകയും അറിവിൽ കൂടെ ബോധോദയത്തിലേക്ക് പോവുകയും ചെയ്യാം എന്ന് വിചാരിക്കുന്ന പോലെ വിഡ്ഢിത്തം വേറൊന്നും തന്നെയില്ല. എന്നാൽ പിന്നെ എന്തിനാണ് ഈ ബോധനം? എന്തിനാണ് ശ്രദ്ധിക്കേണ്ടത്? എന്തിനാണ് ആളുകൾ വായിക്കേണ്ടത് എന്നൊക്കെ ചോദിക്കാം. തീർച്ചയായിട്ടും ബോധത്തിലേക്ക് പോകുന്നതിനുള്ള നമ്മുടെ യാത്രയെ ദൃഢമാക്കുന്നതിന് വേണ്ടിയാണ് ഇതൊക്കെ തന്നെ. അല്ല, യാത്രയ്ക്കകത്ത് ഈ അന്വേഷണം എന്ന് പറയുന്നത് ഈ രീതിയിലല്ല. ആർക്കെങ്കിലും കിട്ടിയ ഒരു വിവരത്തിന്റെ സെക്കൻഡറി ഡേറ്റ വെച്ചുകൊണ്ട് നമുക്കൊന്നും നേടാൻ സാധ്യമല്ല. അവനേതായ കാഴ്ചപ്പാടുകൾ തന്നെ ഉണ്ടാകണം. കാഴ്ചപ്പാടുകൾ ഉണ്ടാക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി. കാഴ്ചപ്പാടുകൾ ഉണ്ടായിക്കഴിഞ്ഞാൽ, അതായത് ബോധപ്രാപ്തി ഉണ്ടായിക്കഴിഞ്ഞാൽ, അവർ അനുഭവിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നറിയാനുള്ള ജിജ്ഞാസ ഉണ്ടാവും. അതിന് ലൗകികമായിരിക്കുന്ന ഭാഷയിൽ എന്തൊക്കെയാണ് അതിനെ വിളിക്കുന്നത് എന്നറിയാനുള്ള ജിജ്ഞാസ ഉണ്ടാവും. ആ ജിജ്ഞാസയോടുകൂടിയാണ് ഗ്രന്ഥങ്ങൾ ബുദ്ധന്മാർ വായിക്കുന്നത്. അല്ലാതെ ബുദ്ധന്മാർ ഒരിക്കലും അറിയാൻ വേണ്ടി വായിക്കുന്നില്ല. അങ്ങനെ വായിച്ചറിയുന്നവർ ബുദ്ധന്മാരാകുന്നതേ ഇല്ല. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ അതിന് കാരണം എന്ന് പറയുന്നത്, ആ ബോധപ്രാപ്തി നേടാൻ ശ്രമിക്കുന്നവർ അവരുടെ ലക്ഷ്യത്തെ മുന്നിൽ കണ്ടുകൊണ്ട് ഒരു ഒരു അളവ് പോലെ കൊണ്ട് ഒരു ഒരു ചിത്രം ഉണ്ടാക്കി വയ്ക്കുന്നു. അത് എങ്ങനെയാണ് ഒരു ബിംബാരാധനയെ ബോധപ്രാപ്തിയെ ബിംബാരാധന തടസ്സപ്പെടുത്തുന്നത്, അതുപോലെ തന്നെ ഒരു ബിംബമാണ് നമ്മൾ ജ്ഞാനത്തെ സംബന്ധിക്കുന്ന, ബോധാവസ്ഥയെ സംബന്ധിക്കുന്ന ഒരു ബിംബം നമ്മുടെ മനസ്സിൽ നമ്മൾ സൃഷ്ടിച്ചു വയ്ക്കുന്നത്. അങ്ങനെ സൃഷ്ടിച്ചു വയ്ക്കുന്നത് കൊണ്ട് നമ്മൾ വഴിതെറ്റി പോവുകയും നമ്മുടെ മനസ്സ് ഈ പറഞ്ഞ ഇമേജ് ഉണ്ടാക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ ആരംഭിക്കുകയും ചെയ്യും. എത്രയും പെട്ടെന്ന് നമ്മുടെ മനസ്സിന്റെ സ്വഭാവം എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ. ഒരു മന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി എന്ന് പറയുന്ന പോലെയാണ്. എന്തെങ്കിലും മന്ത്രിക്ക് ചായ കുടിക്കണം തോന്നിക്കഴിഞ്ഞാൽ ഉടനെ തന്നെ ചായ അവിടെ എത്തുകയായി. ചായ കഴിക്കാൻ എന്തെങ്കിലും കൂടുതൽ സ്നാക്സ് വഹിക്കുന്ന എന്തൊക്കെ സാധ്യതയുണ്ടോ അതെല്ലാം കരുതി വയ്ക്കുകയും ചെയ്യും. എന്ന് പറഞ്ഞതുപോലെ നമ്മൾ ഇമേജ് ഉണ്ടാക്കി മനസ്സിനകത്ത് ഇട്ട് കഴിഞ്ഞാൽ മനസ്സുടനെ തന്നെ ആ ഇമേജ് ക്രിയേറ്റ് ചെയ്ത് ആ സിറ്റുവേഷനിലേക്ക് നമ്മളെ കൊണ്ടുപോയിട്ട് പറയും ഇതാണ് ബോധപ്രാപ്തി എന്ന് പറയും. നാം എന്ത് പറയും? നാം ഈ ശീലിച്ചു വച്ചിരിക്കുന്ന ശീലം കൊണ്ട് നമുക്ക് തോന്നും ഇതാണ് ബോധപ്രാപ്തി എന്ന് പറഞ്ഞ് നമ്മൾ തീരുമാനത്തിലെത്തുകയും സ്വയം ബോധപ്രാപ്തനാണെന്നുള്ള ഭാവത്തിൽ നടക്കുകയും ചെയ്യും. എന്നാൽ ജീവിതത്തിന്റെ പല പ്രതിസന്ധികളുടെ ഘട്ടത്തിലും സ്വയം ബുദ്ധിമുട്ടുന്ന സമയത്ത് മാത്രമാണ് താനൊന്നും ആയിട്ടില്ല എന്ന് ബോധ്യപ്പെടുന്നത്. അതുകൊണ്ട് അത്തരത്തിലൊരു അപകടമുണ്ട് എന്നുള്ളത് കൊണ്ട് വായനയിലൂടെയോ ശ്രവണത്തിൽ കൂടെയോ മാത്രമാണ്, അല്ലെങ്കിൽ ജ്ഞാനസമ്പാദനത്തിൽ കൂടി മാത്രമാണ് ബോധപ്രാപ്തി നേടുന്നത് എന്ന് തെറ്റിദ്ധരിക്കരുത്. പിന്നെ ജ്ഞാനമാർഗം എന്താണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ശ്രവണ മനന നിധിധ്യാസനങ്ങളാണ്. ഈ കേട്ടതും ചിന്തിച്ച് മനനം ചെയ്തതും നിത്യജീവിതത്തിൽ പകർത്തി നിധിധ്യാസനം ചെയ്തു വേണം അനുഭവത്തിലോട്ട് പോകാൻ. അല്ലാതെ ജ്ഞാനമാർഗത്തിന് ഒരു പ്രസക്തിയുമില്ല. ജ്ഞാനം കേൾക്കുന്ന കാര്യങ്ങൾ മനനം ചെയ്യുക, കേൾക്കുന്നത് മനനം ചെയ്യുന്നത് എല്ലാം ജീവിതത്തിൽ പകർത്തി, നിത്യജീവിതത്തിൽ പകർത്തി അത് അനുഭവത്തിൻ്റെതായ ത്രാസിലിട്ട് തൂക്കണം. അനുഭവത്തിൻ്റെതായ ത്രാസിലിട്ട് തൂക്കി അങ്ങനെയാണ്
മുഴുവൻ ബോധപ്രാപ്തിയിലേക്ക് എത്തേണ്ടത് അതുവഴിയാണെങ്കിൽ, അതായത് ലേബേർഡായിട്ടുള്ള ഒരു പ്രയത്നത്തിൻ്റെതായ വഴിയിൽ. അതായത് വായിച്ചെല്ലാം ഹൃദയസ്ഥമാക്കി കഴിഞ്ഞാൽ ബോധപ്രാപ്തി കിട്ടുന്നുണ്ടെങ്കിൽ അത് വലിയ വിഡ്ഢിത്തമാണ്. അതിനാണ് കൃഷ്ണമൂർത്തി പറയുന്നത് ഫ്രീഡം ഫ്രം ദി നോൺ പറയുന്നുണ്ടെന്ന് അദ്ദേഹം. അങ്ങനെയുള്ളൊരു വാക്കുണ്ട്. ആ അറിയുന്നത് വലിയൊരു ബന്ധനമായിട്ട് തന്നെ തുടരുന്നു. ആ ബന്ധനത്തെ നിഷേധിച്ചുകൊണ്ട് വേണം മുമ്പോട്ട് പോകുന്നതിന്. അതുകൊണ്ട് ഒരിക്കലും ബുദ്ധന്മാർ വായിക്കുന്നത് ജ്ഞാനം സമർത്ഥിക്കുക വേണ്ടിയല്ല എന്ന്, മറിച്ച് അവർക്ക് കിട്ടിയ ബോധങ്ങളെ, അവർക്ക് കിട്ടിയ അനുഭവങ്ങളെ അതിനെ ഡീസൈഫർ ചെയ്യുന്നതിന് അത് സാധാരണ ഒരു ഭാഷ ഉപയോഗിക്കേണ്ടി വരും. അതിനെക്കുറിച്ച് ആരെങ്കിലും സംസാരിക്കണമെങ്കിൽ ഒരു ഭാഷ ഉപയോഗിക്കേണ്ടി വരും. ആ ഭാഷയ്ക്ക് വേണ്ടിയാണ് ഗ്രന്ഥങ്ങളെ സ്വീകരിക്കുന്നത്. അപ്പോൾ ബോധപ്രാപ്തന്മാർ അവർക്ക് കിട്ടിയ അനുഭവങ്ങളെ ഡീസൈഫർ ചെയ്യുന്നതിന് വേണ്ടി ഗ്രന്ഥങ്ങൾ ഉപയോഗിക്കാറുണ്ട്. എൻ്റെ ഓർമ്മയിൽ രമണ മഹർഷി അങ്ങനെ തന്നെ പറഞ്ഞതായിട്ട് ബൈജുവിൻ്റെ ഏതോ ഒരു പോസ്റ്റിനകത്ത് ഞാൻ വായിച്ചതായിട്ടാണ് എൻ്റെ ഓർമ്മ. ഓഷോയുടെ വായന എന്ന് പറയുന്നത് അതല്ലായിരുന്നു. ഓഷോ എല്ലാത്തിനെ കുറിച്ചും വായിച്ചുകൊണ്ടിരുന്നു. ലോകത്തുള്ള സാഹിത്യത്തിൻ്റെ വിവിധ ശാഖകൾ, വിവിധ തരത്തിലുള്ള വായന എല്ലാം വായിച്ചുകൊണ്ടിരുന്നു. അല്ലാതെ ആധ്യാത്മിക ഗ്രന്ഥങ്ങൾ മാത്രമല്ല വായിച്ചുകൊണ്ടിരുന്നത്. അതുകൊണ്ട് അദ്ദേഹം ധാരാളമായിട്ട് ഐഹികമായിട്ടുള്ള വിഷയങ്ങളെ ഉദ്ധരിക്കാനും അദ്ദേഹത്തിന് ആളുകൾ അയച്ചു കൊടുത്തുകൊണ്ടിരുന്ന, അദ്ദേഹം തന്നെ പറയുന്നുണ്ട്, അദ്ദേഹത്തിന് അയച്ചു കൊടുത്തുകൊണ്ടിരുന്ന ജോക്കുകളൊക്കെ തിരഞ്ഞെടുത്ത് അദ്ദേഹം പ്രസംഗത്തിന് പോകുന്നതിന് മുമ്പ് ജോക്കുകൾ കളക്ട് ചെയ്ത് എടുത്തു വയ്ക്കുമായിരുന്നു എന്നും പറയുന്നുണ്ട്. ആ പ്രേം ശൂന്യയുടെ പുസ്തകത്തിനകത്ത് മൈ ഡയമണ്ട് ഡേയ്സ് വിത്ത് ഓഷോ അതിനകത്ത് പറയുന്നുണ്ട്. അപ്പം അതിനൊക്കെയുള്ള സൗകര്യം അവിടെ ഉണ്ടായിരുന്നു. അപ്പം അതൊന്നും ആധ്യാത്മികമായ കാര്യങ്ങൾ സമ്പാദിക്കാൻ വേണ്ടിയൊന്നും അല്ലായിരുന്നു ആ വായന. വായന മനുഷ്യന് ചെയ്യാവുന്ന ഏറ്റവും ബുദ്ധിപരമായ കാര്യമാണല്ലോ. ഏറ്റവും നല്ല കാര്യങ്ങളിൽ ഒന്നാണ് വായന. ആർക്കും ശല്യമില്ലാതിരുന്ന് വായിക്കാവുന്ന ഒരു കാര്യമാണ്. പക്ഷേ അതിനകത്തൊരു പ്രശ്നമുള്ളതെന്ന് വെച്ചാൽ, മനസ്സിന് നിയന്ത്രിതമല്ലാത്തൊരു മനസ്സാണെങ്കിൽ അതുവഴി മനസ്സ് ശക്തി ആർജിക്കുന്നതായിട്ടും ഒരു മോൺസ്റ്റേഴ്സായിട്ട് എനിക്ക് എല്ലാം അറിയാം എന്നുള്ള ഒരു വിജ്ഞാനത്തിൻ്റെ ഗർവം അവിടെ ഉണ്ടാകുന്നു എന്ന് മാത്രമല്ല, അതൊരു തടസ്സമായി മാറുകയും ചെയ്യും. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി. കാരണം ഈ അറിവ് കൊണ്ട്, അതായത് നോളജ് കൊണ്ട് ജ്ഞാനത്തിലെത്തുന്നതില്ല. കാരണം എന്തുകൊണ്ട്? നോളജ് അനലിറ്റിക്കലാണ്. നോളജ് എന്ന് പറയുന്നത് അനലിറ്റിക്കലാണ്. ഗ്രന്ഥങ്ങൾ തരുന്ന എല്ലാ വിവരങ്ങളും അനാലിസിസാണ്, വിശകലനമാണ്, തലനാരിഴ കീറി പരിശോധിക്കലാണ്. ഓരോ വിഷയത്തെക്കുറിച്ചും വിശകലനം ചെയ്ത് പഠിക്കുന്നതാണ് നോളജ്. ആ ജോലിയാണ് ഗ്രന്ഥങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എൻ്റെ ഓർമ്മയിൽ നമ്മുടെ സെഷൻ ആരംഭിച്ചപ്പോൾ ബൈജുവിൻ്റെ തന്നെ ഒരു ചോദ്യം ഉണ്ടായിരുന്നു. ബൈജു ഒരുപാട് ഗ്രന്ഥങ്ങൾ വായിക്കുമായിരുന്നു. പലതരത്തിലുള്ള ഫിലോസഫി പഠിക്കുമ്പോൾ പല ധാരകളെ, ചിന്താധാരകളെ പഠിക്കുകയും, പക്ഷേ അവയൊക്കെ ഇവിടുത്തെ വിൻ്റർ സ്കൂളിൽ വന്നതിന് ശേഷം അവയെല്ലാം സമന്വയിപ്പിക്കാൻ സാധിക്കുകയും ചെയ്തു എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ആ വായനകൾ പ്രയോജനപ്പെട്ടു. അങ്ങനെ തന്നെ സാധകം ചെയ്യേണ്ടതെന്നൊരു ദിവസം ചോദിക്കുകയും, അതിന് ഞാൻ അത് എല്ലാവർക്കും അതുപോലെയല്ല സാധിക്കുന്നത്, ചിലർക്ക് ഇത് പരസ്പര സംഘട്ടനത്തിലായി പോകും എന്ന് പറയുകയും ചെയ്തതായിട്ട് ഞാൻ ഓർക്കുന്നുണ്ട്. ബൈജു മറന്നു കാണും തീർച്ചയായിട്ടും. അതുതന്നെയാണ് രണ്ടാമത്തെ കാര്യം. വായനയുടെ വൈവിധ്യമാർന്ന വായന കൊണ്ട് പരസ്പരം സംഘട്ടനത്തിൽ ഏർപ്പെടുന്ന ആശയങ്ങൾ ഗ്രന്ഥങ്ങളിൽ ഉണ്ടാവുകയും അവ നമ്മുടെ മനസ്സിനെ ശിഥിലമാക്കുകയും ചെയ്തുകൊണ്ടിരിക്കാറുണ്ട്. അത്തരം ഉദാഹരണങ്ങൾ അനവധി ഇവിടെ കാണാറുണ്ട്, നമ്മുടെ ചർച്ചയിൽ തന്നെ കാണാറുണ്ട്. ഇപ്പോൾ അതൊക്കെ ഏതാണ്ട് ഒന്ന് അടങ്ങിയിരിക്കുന്നു എന്ന് എനിക്ക് തോന്നുന്നു. പക്ഷെ അതൊന്നും പൂർണ്ണമായ മരണമല്ല. അത് ഒളിഞ്ഞു കിടക്കുകയും അവസരം പാർത്ത് അത് പുറത്തു വരികയും ചെയ്യും തീർച്ചയായിട്ടും. അതുകൊണ്ട് അതൊന്നും തീർന്നിട്ടുണ്ടെന്ന് തോന്നുന്നില്ല.
ഈ ജ്ഞാനത്തിന് വേണ്ടി അവിടെ ഇവിടെ അലഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സ്വഭാവമുള്ളവർക്കും ഇതേ പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട്. കാരണം എവിടെന്നെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ കിട്ടിയ അതെല്ലാം വാങ്ങിച്ചു വയ്ക്കുക, അതൊക്കെ എവിടെ പ്രയോഗിക്കണം എന്ന് അറിഞ്ഞുകൂടാതെ അവസാനം അതെല്ലാം കൂടി മനസ്സിനെ ശിഥിലമാക്കുക, മനസ്സിനെ പങ്കിടും. അപ്പോൾ ഈ നോളജിൻ്റെ കുഴപ്പം എന്ന് പറയുന്നത് അനലിറ്റിക്കലാണ്, വിശകലനമാണ്. എന്നാൽ വിസ്ഡം എന്ന് പറയുന്നത് സിന്തസിസാണ്. പലതരത്തിലുള്ള തമ്മിൽ വൈരുദ്ധ്യമായിട്ട് തോന്നുന്ന നോളജുകളുടെ ഭാഗങ്ങളെ ഒരുമിച്ച് ചേർത്ത് സിന്തസിസ് ആക്കുന്നതാണ് വിസ്ഡം. അപ്പോൾ നമ്മൾ നോളജ് വഴി വിസ്ഡത്തിലേക്ക് പോകണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നോളജ് വഴി വിസ്ഡത്തിലേക്ക് പോകണമെങ്കിൽ വിസ്ഡത്തിൽ ഉൾപ്പെടുന്ന, അതായത് ആ പരമമായിരിക്കുന്ന ജ്ഞാനത്തിൻ്റെ ഭാഗമായിട്ടുള്ള സകലവിധ ജ്ഞാനശാഖകളിലും പ്രവീണനാകണം. ഒന്നുപോലും വിടാതെ പ്രവീണനായാൽ മാത്രമേ അവയെല്ലാം ചേർത്തുകൊണ്ട് ഒരു സമന്വയം ഉണ്ടാക്കിക്കൊണ്ടുള്ള ജ്ഞാനത്തിൽ എത്തിച്ചേരാൻ സാധിക്കും. കാരണം ഒന്ന് വിട്ടുപോയി കഴിഞ്ഞാൽ തീർന്നല്ലോ. ഇത് മനുഷ്യ ജീവിതത്തിൽ സാധിക്കില്ല. നിങ്ങൾക്ക് തോന്നുമായിരിക്കും 10,000 1,00,000 പുസ്തകങ്ങൾ ഓഷോ വായിച്ചു എന്നാണ് പറയുന്നത്. 1,50,000 എന്ന് വേറെടുത്ത് പറയുന്നുണ്ട്. ഇത്രയും പുസ്തകം വായിച്ചതിനൊരു സമന്വയമാണ് ഓഷോയ്ക്ക് ലഭിച്ചു എന്ന് തോന്നുന്നെങ്കിൽ തെറ്റാണല്ലോ. കാരണം അദ്ദേഹത്തിൻ്റെ സംസാരം തുടങ്ങി കഴിഞ്ഞു അദ്ദേഹം വായന നടത്തിക്കൊണ്ടിരിക്കുകയാണെന്നർത്ഥം. അദ്ദേഹം അത് എക്യുപ്പ് ചെയ്തുകൊണ്ടിരുന്നു. എന്തിനെ എക്യുപ്പ് ചെയ്തുകൊണ്ടിരുന്നു എന്നുള്ളത് നമ്മൾ അതിലേക്ക് വരും. മറന്നുപോയത് എക്യുപ്പ് ചെയ്യുക, വായനയിലൂടെ എക്യുപ്പ് ചെയ്യുക എന്ന് പറയുന്ന പോയിന്റും കൂടെ ശ്രദ്ധിച്ചോണം. ചിലപ്പോൾ ഞാനങ്ങ് വിട്ടുപോകും, അതുകൊണ്ടാണ് ഓർമ്മിപ്പിക്കാൻ പറയുന്നത്. വായനയിലൂടെ എക്യുപ്പ് ചെയ്യുക, അത് ഓർമ്മിച്ച് വെച്ചോണം. അപ്പോൾ ഈ ജ്ഞാനം അനലിറ്റിക്കലായതുകൊണ്ടും വിസ്ഡം സിന്തറ്റിക്കലായതുകൊണ്ടും നോളജ് അനലിറ്റിക്കലായതുകൊണ്ടും വിസ്ഡം സിന്തസിസ് ആയതുകൊണ്ടും നോളജിൽ കൂടെയാണ് വായിച്ചാണ് വിസ്ഡത്തിലെത്താൻ താല്പര്യമെങ്കിൽ സകലമാന ജ്ഞാനശാഖകളിലും പ്രവീണനായാൽ മാത്രമേ ഈ സിന്തസിസ് സാധ്യമാവുള്ളൂ. ഏതെങ്കിലും ഒരു ചേരുവ നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നാം ഉദ്ദേശിക്കുന്ന ഒരു കറി ഉണ്ടാക്കാൻ സാധ്യമല്ല, നാം ഉണ്ടാക്കുന്ന ഒരു ഭക്ഷണപദാർത്ഥം ഉണ്ടാക്കാൻ സാധ്യമല്ല. അതിൻ്റെ രുചി മാറി, അതല്ലല്ലോ സാധനം. അതുപോലെ എന്തെങ്കിലും ഒരു ജ്ഞാനശാഖ വിട്ടുപോയി കഴിഞ്ഞാൽ മിസ് ചെയ്തു. കാരണം പ്രപഞ്ചത്തിലെ എല്ലാ കാര്യങ്ങളിലും കുറച്ചായിട്ടാണ് ജ്ഞാനം വച്ചിരിക്കുന്നത്. വാസ്തവത്തിൽ സമ്പൂർണ്ണമായി ജ്ഞാനം ഒരിടത്തും വയ്ക്കുന്നില്ല. എല്ലായിടത്തും കുറച്ചായിട്ട് പ്രപഞ്ചം വിതരണം ചെയ്തിരിക്കുന്നു. ഈ വൈവിധ്യമാണ് ഏറ്റവും രസകരമായിരിക്കുന്ന അവസ്ഥ. അതുകൊണ്ട് എല്ലാത്തിലും ശ്രദ്ധിച്ചല്ലാതെ ഒരുവന് സത്യത്തിൽ എത്തിച്ചേരാൻ സാധ്യമല്ല, വായനയിൽക്കൂടെ ആണെങ്കിൽ. അല്ലാതെ അവിടെ എത്തുന്നവൻ താൻ എത്തിച്ചേർന്ന സത്യം എവിടെയൊക്കെ ഉണ്ട് എന്ന് നോക്കുമ്പോൾ അതിലെ എ എന്ന് പറയുന്നത് ഒരു സംഹിതയിൽ കിടക്കുന്നു, ബി എന്ന് പറയുന്ന മറ്റൊരു സംഹിതയിൽ കിടക്കുന്നു, സി എന്ന് പറയുന്ന മറ്റൊരു സംഹിതയിൽ കിടക്കുന്നു, ഡി എന്ന് പറയുന്ന മറ്റൊരു മതത്തിൻ്റെ ദർശനത്തിൽ കിടക്കുന്നു. ഇങ്ങനെ താൻ പഠിച്ചിരിക്കുന്നത് മുഴുവൻ, താൻ മനസ്സിലാക്കി എത്തിയിരിക്കുന്ന ബോധ്യപ്പെട്ടത് മുഴുവൻ പലയിടത്തായി കിടക്കുകയാണെന്ന്, അവിടെ എല്ലാം ഇതിൻ്റെ അംശങ്ങളുണ്ടെന്നും ഇവയെല്ലാം തമ്മിൽ അനുകൂലങ്ങളാണെന്നും വൈരുദ്ധ്യമില്ലെന്നും മനസ്സിലാക്കുന്നു. അതുകൊണ്ട് തന്നെ ജ്ഞാനത്തിലൂടെ നോളജ്, പുസ്തകത്തിലൂടെയുള്ള നോളജ് സ്വീകരിച്ചുകൊണ്ട് ഗ്രന്ഥത്തിലേക്ക് പോകാൻ, പുസ്തകത്തിലേക്ക് പോകാൻ സാധ്യമല്ല. അത് നേരെ തിരിച്ച് അഹങ്കാരം ഉണ്ടാക്കുകയുള്ളൂ. മനസ്സിന് അഹങ്കാരം ഉണ്ടാക്കുന്നു. മനസ്സിനെ കുറച്ചുകൂടി പ്രബലമാക്കി നമുക്ക് തന്നെ നിയന്ത്രിക്കാൻ വയ്യാത്ത കാര്യങ്ങളാണ്. കാരണം നമ്മളൊരു അനുഭവത്തിൽ കൂടെ പോകുമ്പോൾ ആ അനുഭവത്തെക്കുറിച്ച് പെട്ടെന്ന് നമ്മുടെ മനസ്സ് അതിൻ്റെ അനുഭൂതിയിൽ ലയിച്ച് സന്തോഷിക്കാൻ തീരുമാനിക്കുമ്പോൾ മനസ്സ് ഈഗോയോടുകൂടി ചേർന്ന് പറയും, റാഷണലായിട്ട് പറയും, അതിങ്ങനെയല്ലയോ, അതിൻ്റെ സത്യം ഇങ്ങനെയല്ലേ എന്നങ്ങ് ചോദിക്കും. അതോടുകൂടി ആ അനുഭൂതി നഷ്ടപ്പെടും. ഇതിനെയാണ് സോളമൻ്റെ സംഗീതത്തിൽ മുന്തിരിക്കുലകളെ മോഷ്ടിക്കുന്ന കുറുക്കന്മാരെ സൂക്ഷിക്കുവേൻ എന്ന് പറയും. മുന്തിരിക്കുലകൾ അനുഭവവും കുറുക്കന്മാർ ബുദ്ധിയുമാണ്. ഒരനുഭവം ഉണ്ടാകുമ്പോൾ അനുഭവത്തെ റാഷണലൈസ് ചെയ്യാൻ വേണ്ടി നോക്കുമ്പോൾ അനുഭവത്തിൻ്റെ സുഖം പോകും. ആ ബുദ്ധി വെച്ചുകൊണ്ട് അനുഭവം ഉണ്ടാവില്ല. ബുദ്ധി എന്ന് പറയുന്നത് ചിന്തിക്കുന്ന ജോലിയും അനുഭവം ഹാർട്ടിൻ്റെ ആളുമാണ്. അപ്പോൾ
ആ ഹൃദയത്തിൻ്റെതായ അനുഭവത്തിലാണ് അവിടെ നിൽക്കുന്നത്. അതിനെ ബുദ്ധിയുടെ ലോകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോകാൻ നിന്നാൽ അത് പോവില്ല. അപ്പോൾ കുറുക്കന്മാർ മുന്തിരിക്കുലകളെ മോഷ്ടിച്ചുകൊണ്ട് പോകുന്നു. അപ്പോൾ ഈ മുന്തിരിക്കുലകളെ മോഷ്ടിച്ചുകൊണ്ട് പോകാൻ കാരണമാക്കുന്നത് ഒരുപക്ഷെ അധികമായിരിക്കുന്ന വായനയായിരിക്കും. ആ വായനയിലൂടെ ആയിരിക്കും ഒരുപക്ഷെ ആ തെറ്റിദ്ധാരണ വന്ന് നമ്മുടെ അനുഭവത്തെ തന്നെ തേച്ചു മാച്ച് കളയുന്നത്. ഇനി ഞാൻ നേരത്തെ പറഞ്ഞു നിർത്തിയ വായന കൊണ്ടുണ്ടാകുന്ന എക്യുപ്പ് ചെയ്യുന്ന അവസ്ഥ, ഞാൻ നേരത്തെ പറഞ്ഞത് എക്യുപ്പ് ചെയ്യുന്ന അവസ്ഥ, ബോധപ്രാപ്തിയിൽ എത്തുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം പ്രായോഗികമായിരിക്കുന്ന ബുദ്ധിയുടെ പ്രവർത്തനം വളരെ മന്ദീഭവിക്കും. ഓർമ്മശക്തി എന്ന് പറയുന്നത് വളരെ മന്ദീഭവിക്കും. അല്ലാതെ പൂർണ്ണമായിരിക്കുന്ന ഓർമ്മയും കൊണ്ട് നടക്കുകയല്ല, അങ്ങനെയുള്ള ഓർമ്മരാഷ്ട്രച്ചന്മാരൊന്നും അല്ലാതെ. പിന്നെ ചിലർക്കൊരു ശീലമുണ്ട്. അവർ ഓഷോയെ സംബന്ധിച്ച ഓഷോയുടെ വായന എന്ന് പറയുന്ന കുട്ടിക്കാലം മുതലുള്ള ശീലമാണ്. അത് കണ്ടിന്യൂ ചെയ്തു പോകും. ഓഷയ്ക്ക് താടി വളരും, അത് ബുദ്ധനാകുമ്പോഴും വളരും. മനസ്സിലായി? ഓഷയ്ക്ക് പൊക്കമുണ്ടായിരുന്നു, ആ പൊക്കം ബുദ്ധനായപ്പോഴും തുടർന്നു. ഇതൊക്കെ പറയുമ്പോൾ സഹജമായിരിക്കുന്ന കുറേ വാസനകളുണ്ട്, കുറേ സ്വഭാവങ്ങളുണ്ട്. ആ സ്വഭാവങ്ങൾ തുടരുന്നതാണ്. അല്ലെങ്കിൽ പലപ്പോഴും ബുദ്ധിയുടെ പ്രവർത്തനം മന്ദീഭവിക്കും. കാരണം എന്ന് വെച്ചാൽ സമഷ്ടിയായിരിക്കുന്ന ഒരു അവസ്ഥയിൽ കൂടി പലതിനെയും ജഡ്ജ് ചെയ്യാൻ തയ്യാറാവാതെ റിഫ്ലക്സുകളിൽ കൂടി മുന്നോട്ട് പോകുന്ന ജീവിതമായിരിക്കും അവരുടേത്. അപ്പോഴെപ്പോഴും കാണുന്നത് പോലെ അങ്ങ് തീരുമാനിച്ചു പോവുക. അത് പൂർണ്ണമാണ്, സംശയമില്ല. അതിൻ്റെ ആവശ്യത്തിന് ചിന്തിച്ച് ബുദ്ധി ഉപയോഗിച്ച് ചിന്തിക്കുമ്പോൾ നമുക്കറിയാവുന്ന ഈ ജനനം കൊണ്ടുള്ള പരിമിതമായിരിക്കുന്ന വിവരം വെച്ചുകൊണ്ടാണല്ലോ നമ്മൾ ജഡ്ജ് ചെയ്യുന്നത്. അനുമാനങ്ങൾ വെച്ചുകൊണ്ടാണല്ലോ ജഡ്ജ് ചെയ്യുന്നത്. ആ അനുമാനങ്ങൾ പോലല്ലോ, സത്യാനുമാനങ്ങളല്ലല്ലോ. അപ്പം യാഥാർത്ഥ്യം നിറഞ്ഞ കാര്യങ്ങളിലേക്ക് മനസ്സിന് പോകാനുള്ള കഴിവുള്ളവരെ സംബന്ധിച്ചുള്ള ഈ അനുമാനങ്ങൾ പ്രവർത്തിക്കില്ല. അതുകൊണ്ട് തന്നെ ഒരു സ്ഥലത്ത് സംവാദത്തിൽ ഏർപ്പെടുമ്പോൾ അല്ലെങ്കിൽ സംവേദനം ചെയ്യേണ്ട സമയം വരുമ്പോൾ പലപ്പോഴും ബുദ്ധി പ്രവർത്തിക്കണമെന്നില്ല, ഓർമ്മശക്തി പ്രവർത്തിക്കണമെന്നില്ല. ഓർമ്മശക്തി വഴിയല്ല സംസാരിക്കുന്നത്. അവർക്ക് അവരുടേതായ സമഷ്ടി മനസ്സിൽ കൂടെ ആയിരിക്കും സംസാരിക്കുന്നത്. പക്ഷേ ഭാഷ ഒരു പ്രശ്നമായി തന്നെ തിരിയും. പലപ്പോഴും തെറ്റി പറയാറുണ്ട്, തെറ്റി പറഞ്ഞിട്ട് ശരിയാക്കാറുമുണ്ട്. എല്ലാവരുടെയും കാര്യത്തിൽ കണ്ടിട്ടുള്ളൊരു കാര്യമാണ്. ഓഷയുടെ കാര്യത്തിൽ അത് ഞാൻ ഈ ഓഷയെ കൂടുതൽ കോട്ട് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഓഷയുടെ കാര്യം പറഞ്ഞുകൊണ്ടാണ് ഞാനിങ്ങനെ പറയുന്നത് കേട്ടോ. ഓഷയുടെ കാര്യത്തിൽ ഓഷ വളരെ പതുക്കെ സംസാരിച്ചുകൊണ്ടിരുന്നു. കാരണം ഓരോ വാക്കും ആലോചിച്ച് മാത്രമേ പുറത്തു വരാൻ അനുവദിച്ചിരുന്നുള്ളൂ. അതുകൊണ്ട് തെറ്റുകൾ വിളിച്ച് പറയേണ്ടി വന്നിട്ടില്ല, ഒരിക്കൽ പോലും സ്വയം തിരുത്തേണ്ടി വന്നിട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നു. ഒരുപക്ഷെ അത്ര പതുക്കെയാണ് സംസാരിച്ചത്. അത്രയും പതുക്കെ സംസാരിച്ചിരുന്ന മനുഷ്യർ ലോകത്തുണ്ടായിരുന്നു എന്ന് തന്നെ സംശയമാണ്. അപ്പോൾ ഈ തരത്തിലുള്ള പ്രാക്ടിക്കൽ അല്ലാത്ത അവസ്ഥയെ, പ്രായോഗികത ഇല്ലാത്ത അവസ്ഥയെ എക്യുപ്പ് ചെയ്യാൻ വായനയ്ക്ക് സാധിക്കും. വായന വൈവിധ്യത്തിൻ്റെ ലോകത്ത്, ഞാൻ ആദ്യം പറഞ്ഞല്ലോ, നിശബ്ദതയുടെ വാക്കുകളില്ലാത്ത നിശബ്ദതയുടെ ലോകത്ത് നിന്ന് വൈവിധ്യത്തിൻ്റെ ലോകത്തേക്കാണ് നമ്മൾ വന്നിരിക്കുന്നത്. അപ്പോൾ തലച്ചോറിനെ വൈവിധ്യത്തിലേക്ക് കൊണ്ടുവരാൻ, വൈവിധ്യത്തിൻ്റെതായ ഒരു ബ്രോഡ് സ്പെക്ട്രം അണ്ടർസ്റ്റാൻഡിങ്ങിലേക്ക് കൊണ്ടുവരാൻ, കോഗ്നിസൻസിനെ ഡെവലപ്പ് ചെയ്തെടുക്കാൻ, ഹിപ്പോകാമ്പസ് അമിഗ്ഡലയൊക്കെ നന്നായിട്ട് പ്രവർത്തിക്കാൻ വായന വളരെ പ്രയോജനപ്പെടും. കണ്ണിനൊക്കെ നല്ല കാഴ്ചയുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വായന അവർക്ക് പ്രയോജനപ്പെടുന്നൊരു കാര്യം തന്നെയാണ്. അങ്ങനെ എക്യുപ്പ് ചെയ്യാൻ വേണ്ടിയും വായന ഉപയോഗിക്കും. അപ്പം രണ്ട് കാര്യങ്ങളായിട്ടാണ് ഞാനിപ്പോൾ പ്രധാനമായിട്ട് സൂചിപ്പിച്ചത്. ഒന്ന്, അവരുടെ ബോധ അനുഭവങ്ങളെ അവർക്ക് തന്നെ എവിടെയൊക്കെയാണ് നിക്ഷിപ്തമായിരിക്കുന്നത് ഗ്രന്ഥങ്ങളിൽ എന്ന് തിരിച്ചറിയാൻ. രണ്ട്, വൈവിധ്യമാർന്ന ലോകത്തേക്ക് അവരെ സ്വയം പറിച്ചു നടാൻ. ഇത് രണ്ടിനും അവർ വായന ഉപയോഗിക്കുന്നതായിട്ട് കാണാം. അല്ലാതെ ഒരിക്കലും വിവര സമ്പാദനത്തിന് വേണ്ടി വായിക്കുന്ന ആവശ്യമില്ല. എന്ന് മാത്രമല്ല, അത്തരം വായനകൾ വായിച്ചു കഴിഞ്ഞാൽ അതൊന്നും നിലനിൽക്കാറുമില്ല, അതൊക്കെ അങ്ങ് മറന്നു പോവുകയും ചെയ്യും, പെട്ടെന്ന് അങ്ങ് പോവുകയും ചെയ്യും. അതാണ് അതിൻ്റെ വേറൊരു കാര്യം. അപ്പോൾ ഈ വൈവിധ്യം എന്ന് പറയുന്നത് അനുഭവിക്കുന്നത് വളരെ സുഖകരമായ കാര്യമാണ്. ജീവിതത്തിലെ പല കാര്യങ്ങളും ആകസ്മികമായിട്ടാണ് അവർ കാണുന്നത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു.
എല്ലാം അറിയാമെങ്കിലും ആ അറിയാവുന്ന ഫാക്കൽറ്റികളെയൊക്കെ മാറ്റി വെച്ചുകൊണ്ട് ഒരു സാധാരണയായ മനുഷ്യരായിട്ടാണ് അവർ ജീവിക്കുന്നത്. അതുകൊണ്ട് അവർ ആകസ്മികമായിട്ട് തന്നെ എല്ലാത്തിനെയും അനുഭവിക്കും. ഒരാളുടെ ഒരു വേദന അപ്പോൾ അറിയുന്നത് പോലെ തന്നെയാണ് അവർ അനുഭവിക്കുക. ഒരിക്കലും അത് നേരത്തെ അറിഞ്ഞു എന്നുള്ളൊരു കാര്യം കാണിച്ചുകൊണ്ട് അവരെ ഒരു അത്ഭുതം സൃഷ്ടിക്കാൻ വേണ്ടി നോക്കേണ്ട കാര്യമില്ല. അതുകൊണ്ട് അങ്ങനെയാണ് വായന ബുദ്ധന്മാർ ഉപയോഗിക്കുന്നത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. സാറേ, ഇപ്പോ ബോധപ്രാപ്തിക്ക് ശേഷം മറ്റേ ബോധവാന്മാർ പുസ്തകം വായിക്കുന്നവരോട് ഒരു കൺഫർമേഷൻ എന്നുള്ള രീതിയിൽ സംസാരിക്കുകയുണ്ടായി. അതെ, അതിലുള്ള അനുഭവങ്ങൾ ഇതാണല്ലേ. ശരിക്കും ഒരു ബോധപ്രാപ്തി എന്ന് പറയുമ്പോൾ ഇതെല്ലാം അറിഞ്ഞു കഴിഞ്ഞല്ലോ, പിന്നെ അങ്ങനെ ഒരു കൺഫർമേഷന്റെ ആവശ്യകത ഒരു കൺഫ്യൂഷൻ വീണ്ടും നിലനിൽക്കുന്നുണ്ടോ? ശരിയാണ്, കൺഫ്യൂഷൻ നിലനിൽക്കുന്നതുകൊണ്ടേ അല്ല. ബോധപ്രാപ്തിയെക്കുറിച്ചുള്ള തെറ്റിദ്ധാരണ എന്ന് പറയുന്നത് എല്ലാം അറിഞ്ഞ് വീർത്ത ബലൂൺ പോലെ ഇരിക്കുന്നൊരു മനുഷ്യനാണെന്നുള്ളൊരു തെറ്റിദ്ധാരണ നിങ്ങൾക്കുള്ളത് കൊണ്ടാണ്. ബോധപ്രാപ്തൻ ബോധം ഉണ്ടാക്കുന്നത്, ബോധം നേടിയത്, ബോധം തന്നിലുണ്ട് എന്ന് മനസ്സിലാക്കിയത് ഈ വൈവിധ്യമാർന്ന ലോകത്തെ അനുഭവിക്കാനാണെന്ന് നിങ്ങൾ മറന്നുപോകുന്നു. ആ മറന്നുപോയിൽ നിന്നാണ് അയാൾക്ക് പിന്നെ എന്തോന്ന് കുറവെന്ന് ചോദിക്കുന്നത്. ഗൗതമ ബുദ്ധൻ വിശക്കുമ്പോൾ അദ്ദേഹത്തിന് ഒന്നും കൊടുക്കാൻ ആളില്ലായിരുന്നു, ദാഹിക്കുമ്പം ദാഹജലം കൊടുക്കാൻ ആളില്ലായിരുന്നു, വിയർക്കുമ്പോൾ വീശി കൊടുക്കാൻ ആളില്ലായിരുന്നു. ഇതിന് അദ്ദേഹം ആരെയും നോക്കിയിട്ട് കാണുന്നില്ല. കാരണം ശിഷ്യന്മാരായ മൗദ്ഗലായനും ശരിപുത്രനും ഒക്കെ ബുദ്ധന്മാരായി കഴിഞ്ഞു. അവർ തോന്നുന്നത് തഥാഗതന് എന്ത് ക്ഷീണം, എന്ത് വിശപ്പ്, എന്ത് വിയർപ്പ്, അദ്ദേഹം തന്നെയല്ലേ പ്രപഞ്ചം എന്നും പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിന് വീശി കൊടുക്കുകയില്ല, വെള്ളം എടുത്തു കൊടുക്കുകയില്ല, ഭക്ഷണം കൊടുക്കുകയില്ല. ഗൗതമബുദ്ധൻ എല്ലാം പറഞ്ഞല്ലേ, അദ്ദേഹം തന്നെയല്ലേ ഭക്ഷണം. ശരിപുത്രൻ ചിന്തിച്ചതിൽ വല്ല തെറ്റുമുണ്ടോ? മൗദ്ഗലായനം പറഞ്ഞതിൽ വല്ല തെറ്റുമുണ്ടോ? ഉണ്ടോ വിഷ്ണു? അപ്പോൾ വിഷ്ണു ചിന്തിച്ച പോലെ മൗദ്ഗലായനും ശരിപുത്രനും ചിന്തിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ വെള്ളം കുടിച്ച് ചാവാൻ നിവൃത്തിയില്ല എന്ന് മനസ്സിലായതോടുകൂടി ഗൗതമബുദ്ധൻ ആവശ്യപ്പെട്ടു, തനിക്ക് ആരെങ്കിലും ഒരാൾ വെള്ളം എടുത്ത് തരാൻ വേണം, ഇല്ലെങ്കിൽ നിവൃത്തിയില്ല, ഞാനിവിടെ കിടന്ന് ബുദ്ധിമുട്ടും, എനിക്ക് സംസാരിക്കുന്നതിനിടെ വെള്ളം വേണം, വിയർപ്പ് വരുമ്പോൾ വീശിത്തരണം, ഇതിനാരെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചു. എല്ലാവരും പറഞ്ഞു, അയ്യോ അങ്ങേ ആര് ശുശ്രൂഷിക്കാൻ, അങ്ങ് ആരാണ്, അങ്ങേ വീശുന്നതിനുള്ള ഭാഗ്യം എനിക്കുണ്ടോ, അതെനിക്കറിയില്ല എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്നു. ശരശയ്യെ കിടക്കുന്നതിന് കാരണം എന്തെന്നറിയാമോ? തനിക്ക് സ്വച്ഛന്ത മൃത്യുവാണെന്നും അതുകൊണ്ട് ഉത്തരായണം വരെ താൻ മരിക്കാതെ കിടക്കാൻ പോവുകയാണെന്നും പറഞ്ഞപ്പോഴത്തേക്കും മെത്തയും തലേണയെല്ലാം എടുത്തുകൊണ്ട് വന്നു ദുര്യോധനാദികൾ. അപ്പോൾ ഭീഷ്മ പിതാമഹൻ പറഞ്ഞു, എടാ മരമണ്ട, ഇതൊരു യുദ്ധഭൂമിയാണ്, ഇവിടെ മെത്തയും തലേണയും വിരിച്ച് കിടക്കാനല്ല, നിനക്കത് ബുദ്ധിയില്ലാതായിപ്പോയി എന്ന് പറഞ്ഞു. അപ്പോൾ അർജുനൻ ഒരു ശരശയ്യ നിർമ്മിച്ചു കൊടുക്കുക, ശരങ്ങൾ കൊണ്ടുള്ള ഒരു ശയ്യ ഉണ്ടാക്കി അതിൻ്റെ മുകളിലേക്ക് അദ്ദേഹം കയറി കിടക്കുകയാണ്. ദാഹിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ തന്നെ പാലും തേനും എല്ലാം ആയിട്ട് ഓടി വന്നു. എടാ മണ്ട, ഇതല്ല മരിക്കാൻ കിടക്കുന്നതിന് കൊടുക്കേണ്ടതെന്ന് പറഞ്ഞു. അങ്ങനെ അർജുനൻ അമ്പയച്ച് ഗംഗ ഉത്ഭവിപ്പിച്ച് അത് അദ്ദേഹത്തിൻ്റെ തൊണ്ടയിലേക്ക് ധാരയായി വന്ന് വീഴുകയായിരുന്നു. അപ്പോൾ ഇതായിരുന്നു അവസ്ഥ. അപ്പോൾ ആരും തന്നെ ഇദ്ദേഹത്തിൻ്റെ അടുത്ത് വന്നില്ല, ഗൗതമബുദ്ധനെ ശുശ്രൂഷിക്കാൻ വന്നില്ല. ഒരു ആനന്ദൻ എന്ന് പറയുന്ന അനന്തരവൻ വന്ന് പറഞ്ഞു, ഞാൻ ചെയ്യാം, പക്ഷേ കുറേ കണ്ടീഷനുണ്ട്. ഞാൻ പറയുന്നവരെല്ലാം അദ്ദേഹം അങ്ങ് കൂടിക്കാഴ്ച അനുവദിക്കണം. പുതുതായി എന്തെങ്കിലും ധർമ്മം പ്രസംഗിച്ചു കഴിഞ്ഞാൽ അത് എന്നെ അറിയിക്കണം. എന്നെ കൂടാതെ ഒരിടത്തും പോകാൻ പാടില്ല, ഒരു നിമിഷം പോലും എന്നെ കൂടാതെ ഇരിക്കാൻ പാടില്ല എന്നൊക്കെയുള്ള നിബന്ധന വെച്ചു. ഗൗതമബുദ്ധൻ തീർച്ചയായിട്ടും ദാഹിച്ചു മരിക്കുന്നതിനേക്കാളും ബെറ്റർ ഇത് സഹിക്കുന്നതാണെന്ന് മനസ്സിലായിക്കൊണ്ട് ആനന്ദനോട് സമ്മതിച്ചു. ആനന്ദനില്ലാതെ പോയ ഏക സ്ഥലം എന്ന് പറഞ്ഞാൽ യശോധരയെ കാണാൻ എൻ്റെ ഭാര്യ ഇവിടെ കാണാൻ പോയപ്പോൾ മാത്രമാണ്. കാരണം അപ്പം ഞാൻ ഭാര്യയെ കാണാൻ പോവുകയാണ്, കുറേ നാൾ ഞാൻ പിണങ്ങി ഇവിടുന്ന് ഇറങ്ങിപ്പോയതാണ്, തിരിച്ചു ചെല്ലുമ്പോൾ എന്തായിരിക്കും സ്ഥിതി എന്ന് അറിഞ്ഞുകൂടാ. അടുക്കളയിൽ നിന്ന് വളരെ ദൂരെയാണെങ്കിൽ ചെലവ മുതലായ സാധനങ്ങൾ സമ്പാദിച്ചു വെച്ചിട്ടുണ്ടോ എന്ന് അറിഞ്ഞുകൂടാ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട ആനന്ദ, നീ ഒന്നിവിടെ നിന്നാൽ കൊള്ളാം എന്ന് പറഞ്ഞു. ആനന്ദന് മനസ്സിലായതുകൊണ്ട് ആനന്ദം പറഞ്ഞു, ശരി തഥാഗതൻ പോയിട്ട് വരിക എന്ന് പറഞ്ഞു. അവിടെ മാത്രമേ ഉള്ളൂ പിരിഞ്ഞിരുന്നത്. അപ്പം ഈ അവസ്ഥ ബുദ്ധന്മാർക്ക് ഉണ്ടാകുന്നു. അവർ വൈവിധ്യം അനുഭവിക്കാൻ വേണ്ടി ജനിക്കുന്നവരാണ്, ജീവിക്കുന്നവരാണ്. അവരുടെ പ്രധാന ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ജീവിതം വൈവിധ്യത്തോടു കൂടി അനുഭവിച്ച് സുഖദുഃഖങ്ങളൊക്കെ അനുഭവിക്കുക എന്നുള്ളതാണ്.
അപ്പം ആ സുഖദുഃഖങ്ങളിൽ കൂടി പോകുന്നത് നിഷിദ്ധമാണെന്നാണോ ഈ പറഞ്ഞതിൻ്റെ അർത്ഥം? വൈവിധ്യങ്ങളിൽ എന്തൊക്കെ പെടുന്നു സാർ? ജ്ഞാനവും അജ്ഞാനവും കൂടെ പെടുന്നു. അറിവില്ലായ്മയും അറിവും പ്രാപഞ്ചിക ജീവിതത്തിൻ്റെ വൈവിധ്യങ്ങളിൽ പെടുന്ന വിഷയമാണ്. കറുപ്പും വെളുപ്പും പോലെ, മധുരവും കയ്പും പോലെ അറിവും അറിവില്ലായ്മയും പെടുന്നു. അപ്പോൾ അറിവില്ലായ്മ എന്ന് പറയുന്ന രണ്ട് കാര്യങ്ങൾ ബുദ്ധന്മാർ അനുഭവിക്കാൻ പാടില്ലെന്നാണോ ഈ പറഞ്ഞതിൻ്റെ അർത്ഥം? ബുദ്ധന്മാർ തെറ്റിദ്ധരിച്ചിരിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് വന്നിരിക്കുകയാണ്. ബുദ്ധന്മാരെന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബലൂൺ വീർത്തതുപോലെ എല്ലാം കൂടെ അറിഞ്ഞ് അനങ്ങാൻ വയ്യാത്ത പഴയ സേട്ടുമാരെ പോലെ നടക്കുന്നവരാണെന്ന് തെറ്റിദ്ധരിക്കരുത്. അവർ സാധാരണ മനുഷ്യരാണ്. സാധാരണക്കാരായ മനുഷ്യരായിട്ട് ജീവിക്കാൻ ആഗ്രഹിക്കുന്നവരാണ്. അതുകൊണ്ട് അവരിതെല്ലാം അനുഭവിച്ചുകൊണ്ട് തന്നെയാണ് പോകുന്നത്. അവർ അജ്ഞതയും അനുഭവിക്കുന്നു. ആ അജ്ഞതയും അവർക്കുണ്ട് എന്ന് പറയാൻ ഈ സമയം വിനിയോഗിക്കുന്നു.